വെച്ചിട്ട് കുറച്ച് ഒരു ക്രാഫ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേട്ടോ. പെയിൻ്റ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഗ്ലിറ്റർ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഗ്ലിറ്റർ പൗഡറിന് പകരം നമ്മുടെ മണലുണ്ടാവില്ല, അരിച്ച മണൽ. അപ്പോൾ ആ മണൽ ഒന്നങ്ങ് ഉണക്കിയിട്ട് ഒന്ന് പശ ചൊട്ടിച്ചൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. പിന്നെ ഈ റബ്ബർക്ക് എങ്ങനെ ഇരുന്നാലും ചീത്തയൊന്നായി പോവില്ല. ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു യെല്ലോ കളറുള്ളത് ഇങ്ങനെ നനഞ്ഞ് കിടന്നപ്പോൾ പൊട്ടിച്ചങ്ങ് എടുത്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണേ. അല്ലാതെ നമ്മളിത് പൊട്ടിച്ചാടുന്നത് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും വാർണിഷ് ഒന്നും അടിക്കാതെ നല്ലപോലെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറേ ചെയ്യാറായതൊക്കെ ഉണ്ട്. അത് ചെയ്യാറായതല്ല, നമ്മൾ എടുത്തപ്പോൾ അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നല്ലൊരു റബ്ബർ കാ നോക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്ലിറ്റർ പൗഡർ വിതറി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു റബ്ബർ കായിൽ പശ വെച്ചിട്ട് ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഈർക്കിളി വേണം. നമ്മുടെ പഴയ ജോലിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതെടുത്തിട്ട് ആ റബ്ബർ കായുടെ പുറകിൽ നമുക്ക് കയറ്റി വയ്ക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. പുറകിൽ ഒരു ഹോള് പോലെ ഉണ്ടാവും. ചിലതിന് ഉണ്ടാവില്ല. നമ്മളൊന്ന് കയറ്റി കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് തുളഞ്ഞു വരും. അപ്പോൾ ഞാനങ്ങനെ തുളയ്ക്കാം. പക്ഷേ എൻ്റേത് ഇത്ര ഇതായതുകൊണ്ട് അത് കയറുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണത്തിൽ ചെയ്യുകയാണ് ചെയ്തത്. അതിലിങ്ങനെ തുളഞ്ഞിട്ട് എന്ത് ചെയ്താൽ കയറാനുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നാൽ അതിനുവേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. നമ്മളത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈർക്കിളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആ ഒരു പേപ്പറും കൊണ്ട് റോളുണ്ടാക്കിയിട്ട് നമ്മൾ ഫ്ലവറിന് പെറ്റലൊട്ടിക്കൂലേ, ആ ഒരു രീതിയിൽ നമ്മുടെ മുകൾ ഭാഗത്ത് 3ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു നമ്മൾ വിതറി കൊടുത്തിരിക്കുന്ന ആ ഒരു പേപ്പറിലേക്ക് അത് ജസ്റ്റ് ഒന്നങ്ങ് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് റഫായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതായത് ആ ഒരു ഇതിൽ നമ്മളത് 3/4 ഭാഗത്തോളം പശ തേച്ചാൽ മതി കേട്ടോ. ഓവറായിട്ട് പശ തേക്കണ്ട. അപ്പോൾ ഇത് ആ ഒരു പേപ്പർ റോളും കൊണ്ട് വെച്ച് ചെയ്തിട്ട് തൂക്കുമായിരുന്നു കുറച്ചും കൂടെ നല്ലത്. ഞാനപ്പോൾ ആ സമയത്ത് ഒന്ന് ചിന്തിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ തൂത്തെടുത്ത് ഞാനിപ്പോൾ ബ്ലൂ ഗ്ലിറ്റർ പൗഡർ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഇത് ഞാൻ വേറെ ഒരെണ്ണത്തിൽ ചെയ്തതാണ് കേട്ടോ, സ്റ്റിക്കൊക്കെ വെച്ച്. അപ്പോൾ അങ്ങനെ ഇത് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. നല്ല ബ്ലൂ അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏത് കളർ ഗ്ലിറ്റർ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഒരു മണൽ നമ്മൾ ഉണങ്ങിയിട്ട് പശ തേച്ച് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കളർ അടിച്ചു കൊടുത്താൽ മതി. നമുക്കിതേ ഒരു സെയിം ഇപ്പം നമ്മൾ ഗ്ലിറ്റർ പൗഡർ കൊടുത്തിരിക്കുന്നത് നമുക്കൊരു തരി ആയിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് കളർ പേപ്പർ വേണം. കളർ പേപ്പറിൽ നിന്നൊരു നീളമുള്ള പീസ് ഒന്നങ്ങ് ഇത്തിരി അത്യാവശ്യം വേണ്ട ഞാനിപ്പോൾ ഒരു നീളത്തിലൊരു സ്കെയിലിൻ്റെ അത്ര ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ കറക്റ്റായിട്ട് അളവ് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണുള്ളത്. നമ്മളിത് പണ്ടൊക്കെ കാറ്റാടി ഉണ്ടാക്കുമായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെ ഇത്തിരി വീതി കൂട്ടി ഒന്ന് ഇത് ഇവിടെ ഇപ്പം കാണുന്ന പോലെ ഒന്നങ്ങ് മടക്കിയെടുക്കാം. അപ്പോൾ എന്നിട്ട് ബാക്കി എക്സസ് വരുന്ന പീസ് കട്ട് ചെയ്ത് കളയാനും മറക്കരുതേ. അപ്പോൾ ഞാനത് എക്സസ് വന്ന പീസ് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സസ് വരുന്ന പീസ് ആരും കളയൊന്നും വേണ്ട. ഇതും കൊണ്ട് നമുക്ക് ഒത്തിരി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങ് മാറ്റി വെച്ചേക്കാം. ഒരു ബോക്സ് എൻ്റെ കയ്യിലിപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനെല്ലാം ഒരു ബോക്സിലിട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതുമായിട്ടുള്ളൊരു ക്രാഫ്റ്റും ഉടനെ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ മടക്കി വെച്ചിരുന്ന ആ ഒരു കളർ പേപ്പറിലേക്ക് നമ്മുടെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ, നമുക്ക് ഇഷ്ടമുള്ളൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കളർ പേപ്പർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ A4 സൈസ് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ നമുക്കൊരു 5-8 നമുക്ക് വേണം, 5-8 പീസ് നമുക്ക് വേണം ഈ ഒരു പെറ്റൽ ഷേപ്പ്. അതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് ഒരു ഇതായിട്ടില്ല. ഞാൻ എന്നിട്ട് വേറെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എനിക്കത് കറക്റ്റ് ആ ഒരു ഇത് തോന്നിയില്ല. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് വേറൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്.
അങ്ങനെ ഇത് ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റബ്ബർ കായിലേക്ക് ഒട്ടിക്കണം. ഫെവിക്കോൾ തന്നെ മതി. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ വരുമ്പോൾ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് നമ്മൾ വീഴുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നത് കാണാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലിറ്റർ പൗഡർ തേച്ച് വെച്ചാൽ ഒരു ഇതുണ്ടല്ലോ റബ്ബർ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു 8-10 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മറ്റേ ആ ഒരു ഇത് എടുത്തു. ഇനി നമുക്ക് അതിലേക്ക് പശ തേച്ച് കൊടുക്കാം. അടിയിൽ പശ വെച്ച് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വെച്ച് നോക്കുക. എന്നിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഞാനിതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഒരു ഗ്രീൻ കളർ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ പെറ്റൽസൊക്കെ ഒന്ന് കത്രികയോ അല്ലെങ്കിൽ പേനയോ എന്തെങ്കിലും യൂസ് ചെയ്തൊന്ന് കേവ് ആക്കി എടുക്കുക. അങ്ങനെ ഞാൻ കേവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ ടേപ്പ്, നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടിയിൽ നമുക്കൊരു ഫ്ലവർ പോലെ നമ്മുടെ ഒരു ഗ്രീൻ കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഹോൾ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ റബ്ബർ ഫുള്ള് വേസ്റ്റായിട്ട് എന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അല്ലാതെ വേണ്ട നമുക്ക് ഗ്രീൻ ടേപ്പാണ് വേണ്ടത്. വേറെ ഒന്നും നമുക്ക് പുറത്തുനിന്ന് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫ്ലവറിൻ്റെ വീഡിയോ, ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് ഒന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി ഇങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളുടെ സജഷൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 400 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞായിരുന്നു. അത് ഇടയ്ക്ക് വെച്ചിങ്ങനെ സബ്സ്ക്രിപ്ഷൻ സ്പാമായി പോകുന്നതിൻ്റെ ഇപ്പോൾ യൂട്യൂബ് ഫിൽട്രേഷൻ ടൈം ആണല്ലോ. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ 396 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ്. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഡിസ്ലൈക്ക് ചെയ്താൽ മതി. അല്ല, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ. വേറൊരു ചാനലുണ്ട്, ഹരീസ് ഫാന്റാസ്റ്റിക് വേൾഡ് എന്ന ചാനലിൻ്റെ പേര്. എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാ ദിവസത്തെ വീഡിയോയിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇടാറുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്നോട് ഒന്നും പരാതിപ്പെടെ ഒത്തിരി ദിവസം എന്നെ വീഡിയോ കാണിച്ചിട്ട് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ നല്ല പരാതി പറച്ചിലാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.